ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കിടിലൻ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ 1 കപ്പ് പാൽ ഒന്ന് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലോട്ടേക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിലൊന്ന് മാറ്റം വരുത്തിയാൽ മതി. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഗാലക്സിയുടെ ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2-3 ചെറിയ ബാർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 പിഞ്ച് പട്ട പൊടിച്ച് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം. ഇത് വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇത് പതഞ്ഞ് വരുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. ഒന്ന് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല കളറൊക്കെ മാറി വരും. അപ്പോൾ ചോക്ലേറ്റ് കയ്യിലില്ലാത്തവർക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഉപയോഗിക്കരുത്. അപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ഒത്തിരി അങ്ങ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിനകത്തോട്ടേക്ക് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഒത്തിരി ഇഷ്ടം നല്ല ചൂടോടുകൂടി തന്നെ അങ്ങ് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് മോൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വിപ്ഡ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രേറ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കശുവണ്ടി പരിപ്പ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഡാർക്ക് ചോക്ലേറ്റ് ഗാലക്സി തന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആ പട്ട പൊടിച്ചതൊക്കെ ചേർക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ഡ്രിങ്ക് ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.